പിന്നെ കേരള ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പല സ്ഥലത്തും പള്ളികളില്ലാന്നാണ്. അപ്പൊ നിങ്ങളൊക്കെ നന്നായി അധ്വാനിക്കണം, പണമുള്ളവരുടെ പോയി ചോദിക്കണം, എന്നിട്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങളൊക്കെ അൽഹംദുലില്ലാ അങ്ങനെ 10-21 പള്ളി ഖാദിസിയ നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും 2-3 സ്ഥലത്ത് പള്ളിയുടെ പണി നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു പരാതി, കാന്തപുരം ഉസ്താദ് 40 കോടി രൂപയുടെ പള്ളി 40,000 പേരിൽ നിന്ന് 10,000 രൂപ വീതം വാങ്ങിയിട്ടാണോ നിർമ്മിക്കുന്നത്? അതൊന്നും അറിയില്ല. ഉസ്താദ് പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ഒരു തീരുമാനം ഉണ്ടാവും, അതനുസരിച്ച് പണിയും. 40 കോടിയുടെ പള്ളി ഉണ്ടാക്കുന്ന എന്തിനാണെന്നറിയോ? അവിടെ എത്ര ആൾക്ക് നിസ്കരിക്കാൻ വരുമോ അത്ര ആൾക്കുള്ള പള്ളിയാണ്. ഒരു നാട്ടിൽ പള്ളി ഉണ്ടാക്കുമ്പോ ആ നാട്ടിൽ എത്ര ആൾ നിസ്കരിക്കാൻ വരുമോ അതിനനുസരിച്ചുള്ള പള്ളിയാ. മസ്ജിദുൽ ഹറാം കണ്ടില്ലേ, വികസിപ്പിച്ച് വലുതാക്കിയിട്ടും ജനങ്ങൾ പിന്നെയും മുറ്റത്താണ്. കാരണം അത്രയും ജനങ്ങൾ അവിടെ വരുന്നു. മസ്ജിദുൻ നബവി കണ്ടില്ലേ, വീണ്ടും വികസിപ്പിക്കാൻ പോവാ, അവിടെ അത്രത്തോളം ആളുകൾ വരുന്നു. എന്നതുപോലെ 10,000-കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലത്താണ് ഉസ്താദ് അവർകള് 10,000-കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു പള്ളി ഉണ്ടാക്കുന്നത്. അതുപോലെ ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ 1500ഓളം പള്ളികൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ആവശ്യമുള്ള സ്ഥലത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മൈസൂരിലേക്ക് നിങ്ങൾ പോയി നോക്കൂ, അവിടെ തെരുവിൽ കിടന്നുറങ്ങുന്ന മുസ്ലിമീങ്ങൾക്ക് ആദ്യ ഉസ്താദ് അവിടെ കിണർ കുഴിച്ചിട്ട് കുടിവെള്ളം കിട്ടാത്തവർക്ക് കുടിവെള്ളം കൊടുത്തു. പിന്നെ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ നിന്ന് ജനങ്ങൾക്ക് സേവനങ്ങളും നിസ്കരിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തു. ഇപ്പൊ അവിടെ 3 നില ബഹുനില കെട്ടിടത്തിൽ കുട്ടികൾ നല്ല ദീനും ഭൗതിക വിദ്യാഭ്യാസവും പഠിക്കുന്നുണ്ട്. ഗൗസിയ നഗറിലേക്ക് നിങ്ങൾ പോയി നോക്കൂ, ഡൽഹിയിലെ ലോണിയിലേക്ക് നിങ്ങൾ പോയി നോക്കൂ, അതുപോലെ തന്നെ ബോംബെയിലെ മീരാ റോഡിലേക്ക് നിങ്ങൾ പോയി നോക്കൂ. അങ്ങനെ അതുപോലെ തന്നെ അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിങ്ങൾ നോക്കൂ, അവിടെ പാവപ്പെട്ട മുസ്ലിങ്ങളാണ്. അവിടെ യഥാർത്ഥത്തിൽ സുനാമി ഉണ്ടായപ്പോൾ ആദ്യം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സഹായം കൊടുത്തത് ഉസ്താദ് അവർകളാണ്. അവിടെ അൽഹംദുലില്ലാ മർക്കസ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മസ്ജിദുൽ ജസീറ എന്ന പള്ളി അവിടെയുണ്ട്. ഞാൻ 2-3 ആഴ്ച മുമ്പ് അന്തമാൻ നിക്കോബാർ ദ്വീപിൽ പോയപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾ പറയും, ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് കേന്ദ്രവും സ്ഥാപനവും എല്ലാം ഉണ്ടാക്കി തന്നത് ഉസ്താദ് ഇവിടെ വന്നതുകൊണ്ടാണ്. അങ്ങനെ ഇന്ത്യയിൽ 1000-ലേറെ പള്ളികൾ പണിത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇനിയും ഒരുപാട് ആവശ്യ സ്ഥലങ്ങളിൽ പള്ളി ഉണ്ടാക്കി കൊടുത്ത് വളരെ ദീനിന് കഷ്ടപ്പെടുന്ന പണ്ഡിതനാണ്. ചില സ്ഥലത്ത് 10 പേർക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാ, അവിടെ 10 പേരെ ഉണ്ടാവുള്ളൂ. ചിലയിടത്ത് 1000 പേർക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാ, അവിടെ 1000 പേരുണ്ടാവും. 10,000-കണക്കിന് ആൾ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലത്താണ് 40 കോടിയുടെ പള്ളി പണിയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ ഉലമാക്കൾക്ക് മുഴുവനും അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.